വിശദമായ വാർത്തകളിലേക്ക്. കർണാടക മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കും. കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ ഡൽഹിയിൽ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലേക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് DK. നിരീക്ഷകരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും. വിശദാംശങ്ങളുമായി ദേവിക ബൈജു ചേരുന്നു. ദേവിക, എപ്പോഴാണ് ഈ സിദ്ധരാമയ്യ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? അതേസമയം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് DK ഇന്ന് ഡൽഹിയിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷെ അക്കാര്യത്തിൽ ഒരു തീരുമാനം അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ്? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക് പോവുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട സമവായമാകാത്തത് കൊണ്ട് ഇതിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ ഇനി തുടർ നടപടികൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. AICC നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറും എന്നൊരു സൂചന കൂടി അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സിദ്ധരാമയ്യ നിർബന്ധമായും ഡൽഹിയിലേക്ക് എത്തുന്നത്. ഇന്ന് ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഒരു രാത്രിയോടുകൂടി ഈ മുഖ്യമന്ത്രി സ്ഥാനം ആരിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ചില വ്യക്തതകൾ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ചിത്രങ്ങളെല്ലാം അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ DK ശിവകുമാർ, PCC പ്രസിഡന്റായ DK ശിവകുമാർ ഡൽഹിയിലേക്ക് ഇല്ല എന്നൊരു വാർത്ത കൂടി അറിയാൻ സാധിക്കുന്നു. ആദ്യം വന്നിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുവരും ഒരുമിച്ച് ഡൽഹിയിലേക്ക് പോകുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ശിവകുമാർ ഇല്ല എന്നൊരു വാർത്ത വരുന്നു. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഹൈക്കമാൻഡിലേക്ക് വിടുകയാണ്. അതിൽ താൻ അഭിപ്രായം പറയുന്നില്ല എന്നും DK ശിവകുമാർ പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ആദ്യം തന്നെ ശിവകുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ടേമായിട്ട്, അതായത് ഇപ്പോൾ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു, സിദ്ധരാമയ്യ ഒരു ഫോർമുല മുന്നോട്ട് വച്ചിരിക്കുകയാണ്. 2 ടേമുകളായിട്ട് ഭരിക്കാം, ഇരുവർക്കും മാറി മാറി ഭരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ടൊക്കെ വന്നിരുന്നു. ഇത് നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലാകും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. 2 ടേമായി 2.5 കൊല്ലം വീതം രണ്ടുപേർക്കും നൽകിക്കൊണ്ട് ആദ്യം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും, തിരികെ DK ശിവകുമാർ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യയും എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് കാര്യങ്ങൾ പോയിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇത് അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു ഫോർമുല സിദ്ധരാമയ്യ മുന്നോട്ട് വയ്ക്കുകയും അതിൽ ഏറെക്കുറെ എല്ലാവരും അതൃപ്തി ഒന്നുമില്ലാതെ തന്നെ തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമാണ്. എന്നാൽ പൂർണ്ണമായും ഇതിനെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ശിവകുമാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു ഫോർമുല വരികയാണെങ്കിലും ആദ്യം സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ ശിവകുമാറിന് യാതൊരു മടിയുമില്ല, അദ്ദേഹം വളരെ മുതിർന്നൊരു നേതാവാണ് എന്നൊക്കെ തന്നെ ശിവകുമാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മത്സര ബുദ്ധി ഇരുവരും തമ്മിലില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവരുടെ അനുയായികൾക്കാണ് കൂടുതൽ വാശിയേറിയ പോരാട്ടങ്ങൾ, പാർട്ടിക്കുള്ളിൽ തന്നെ അനുയായികളാണ് കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിരുന്നാലും ഒരു തർക്കമില്ലാതെ മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിക്കാനായിട്ട് നേതൃത്വങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിനു മുന്നേയുള്ള അനുഭവങ്ങളും ഇത്തരത്തിലായിരുന്നു. കോൺഗ്രസ് ഒരു രീതിയിൽ തകർന്നു എന്ന് വരെ, കോൺഗ്രസിന്റെ അവസാനമായി കോൺഗ്രസ് നിലയ്ക്കുന്നു രാജ്യത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരു തിരിച്ചു വരവിലോട്ടാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ തന്നെ തർക്കങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള മൽപിടുത്തങ്ങളും എല്ലാം തന്നെയാണ് കോൺഗ്രസിനെ വലിയ രീതിയിലുള്ള ഒരു ക്ഷതം പലയിടത്തും ഏൽപ്പിച്ചത്. അത്തരത്തിൽ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെ ഒരു വിട്ടുകൊടുക്കലാണ് ഇരുവരും. ആദ്യം തന്നെ ഒരു വിട്ടുകൊടുക്കൽ മനോഭാവത്തിലാണ് ആദ്യം തന്നെ ഇരുവരും മുന്നോട്ട് പോരുന്നത്. എന്നിരുന്നാലും അവരുടെ അനുയായികൾ വളരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഇന്നലെ ചേർന്ന യോഗത്തിൽ ബാംഗ്ലൂരിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു ഒരു യോഗം നടന്നത്. അതിന് മുന്നിൽ വളരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു അവസ്ഥയെ ഒന്ന് മറികടക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകാതിരിക്കാനാണ് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ഈ പാർട്ടിക്കുള്ളിലെ തന്നെ പോരുകൾ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ കർണാടകയിലെ ഈ ഒരു അധികാരമേൽക്കുന്ന ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ഇനി ഭാവി നിർണ്ണയിക്കാൻ പോലും ഈ കർണാടക രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഈ കർണാടക സർക്കാർ, പുതിയ സർക്കാർ വരുന്നതിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കോൺഗ്രസിനൊരു പുനർജീവൻ നൽകാൻ സാധിക്കും എന്നുള്ള സാധ്യതകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ പോരുകളും ഗ്രൂപ്പ് കളികളും എല്ലാം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്
കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. DK ശിവകുമാർ ആകട്ടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ നമുക്കറിയാം സിദ്ധരാമയ്യക്കായിരുന്നു ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടായിരുന്ന. ദേവിക ഇപ്പോൾ സൂചിപ്പിച്ചു, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ DK ശിവകുമാർ പറഞ്ഞിരുന്നു ഞാനും സിദ്ധരാമയ്യയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഒരു സൂചന നൽകിയിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരുന്നു എങ്ങനെയാണെങ്കിലും, അതായത് ഇപ്പോൾ DK ആദ്യം വരുന്നു അല്ലെങ്കിൽ സിദ്ധരാമയ്യ ആദ്യം വരുന്നു, എങ്ങനെ വന്നാലും തനിക്ക് പ്രശ്നമില്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് പറയാൻ എന്താണ് കാരണം? അതായത് അവർ തമ്മിലുള്ള ആഭ്യന്തര കലഹം എന്തെങ്കിലും നമുക്കറിയാം അതായത് തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ പോലും ഈ DK ശിവകുമാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വൊക്കലിംഗ അദ്ദേഹത്തിന്റെ സമുദായമാണ്. ഈ സമുദായ അംഗങ്ങളോടൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് വേണ്ടി മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്നൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? അത് ഭദ്ര, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകാത്തതെന്ന കാരണം DK ശിവകുമാറിന് മാത്രമേ അറിയുകയുള്ളൂ. ആ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടായത്, ഡൽഹിയിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്മാറിയതെന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഇതിലൊരു മത്സര ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും അറിയാനും സാധിക്കുന്നില്ല. കാരണം കൂടുതൽ പേരും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLA ഭൂരിപക്ഷം പേരും സിദ്ധരാമയ്യയ്ക്കൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിന് കൂടുതൽ മൽപ്പിടുത്തത്തിലോട്ടോ കൂടുതൽ പോരിലോട്ടോ ഒന്നും പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. ഇത്തരത്തിലാണ് DK ശിവകുമാർ ഒരു വിട്ടുകൊടുക്കൽ മനോഭാവം ആദ്യം തന്നെ DK ശിവകുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. കാരണം ഇരുവരും മാറി മാറി ഭരിക്കാം എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ആദ്യം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റോ അല്ലെങ്കിൽ മറ്റ് പ്രഖ്യാപനങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ആദ്യം തന്നെ പുറത്തു വന്നിരുന്ന സൂചനകളും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇരുവരും ഒരു ധാരണയിൽ തന്നെ 2.5 വർഷം വീതം 2 ടേമുകളായിട്ട് മാറി മാറി ഭരിക്കാമെന്ന് തന്നെയാണ് ഒരു ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോരുന്നത്. അതുകൊണ്ട് തന്നെ ശിവകുമാറിന് വലിയ രീതിയിലുള്ള മത്സര ബുദ്ധികളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ ആദ്യം ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ആശങ്ക വരേണ്ടത്. ആ ഒരു കാര്യത്തിൽ ഒരുപക്ഷെ സിദ്ധരാമയ്യക്കായിരിക്കാം കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെയായിരിക്കാം സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് DK ശിവകുമാറിന് മറ്റൊന്നും ചെയ്യാൻ അതിലില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്കിത് ഈ ഒരു കാര്യത്തിലൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ആഭ്യന്തര പ്രശ്നമായി തന്നെ അവർ അത് മുന്നോട്ട് കൊണ്ടുപോകും. അവർ പരസ്യപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്നിരുന്നാലും ഇത്തരത്തിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ പരസ്യമായൊരു പോരോ മത്സര ബുദ്ധിയോ ഒന്നും തന്നെയില്ല. നിലവിൽ ഒരു വിട്ടുകൊടുക്കൽ മനോഭാവത്തിൽ DK ശിവകുമാർ മുന്നോട്ട് പോവുകയാണ്. മാത്രവുമല്ല ഇത്തരം തർക്കങ്ങൾ, അനുയായികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം ഒരു വലിയ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കർണാടക പിടിച്ചിരിക്കുന്നത്. അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലായാലും അവരുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ശിവകുമാറിനെ ഒരിക്കലും ഒഴിവാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇതിലെ വിജയം എല്ലാം തന്നെ ശിവകുമാറിന്റെ ഒരു ഒറ്റ സ്ട്രാറ്റജി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രെയിനാണ് ഈ ഒരു വിജയത്തിന് പിന്നിലെന്ന് നിസ്സംശയം കോൺഗ്രസ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉൾപ്പെടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. DK ശിവകുമാറാണ് ഈ ഒരു ദി മാൻ ബിഹൈൻഡ് ദി വിക്ടറി എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ DK ശിവകുമാറിനെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലാകട്ടെ കോൺഗ്രസിന്റെ ഇനിയുള്ള ഭാവിയിലാകട്ടെ അത് വലിയ രീതിയിൽ കോൺഗ്രസിന് തന്നെ ദോഷം ചെയ്യും. അതുകൊണ്ട് ശിവകുമാറിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിന് ഒരു രീതിയിലും കർണാടകയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും കേസുകളും എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശിവകുമാറിന് ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഉണ്ട്. സിദ്ധരാമയ്യയുടെ അത്ര ഇല്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ജനപിന്തുണ DK ശിവകുമാറിനുമുണ്ട്. ഒരുപാട് ആരാധകർ ശിവകുമാറിന് കർണാടകയിൽ രൂപപ്പെട്ടു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന ആ തിരഞ്ഞെടുപ്പിന് അത്രയും എവിടെയൊക്കെയാണ് BJPയെ തളർത്തേണ്ടതെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് അല്ലെങ്കിൽ ശരിയായി ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് മാത്രമാണ് ഇത്തവണ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അത്രയും ഇഫേർട്ടും ഹാർഡ് വർക്കും അതിന് പിന്നിലുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി ശിവകുമാറാണ്. അതുകൊണ്ട് ശിവകുമാറിന് തീർച്ചയായും മുഖ്യമന്ത്രിയാകാനുള്ളൊരു അവസരം കോൺഗ്രസ് നൽകാതിരിക്കില്ല. 2 ടേമുകളിലായിട്ടാണെങ്കിലും നൽകും. പക്ഷെ ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ സിദ്ധരാമയ്യ തന്നെയാകും മുഖ്യമന്ത്രി എന്ന് ഈ ഒരു അവസരത്തിൽ ചില സൂചനകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കും. ഭദ്ര.
ദേവിക, മറ്റൊരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയായി നിൽക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ നിരവധിയായിട്ടുള്ള അഴിമതി കേസുകളും ഒക്കെ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് DK ശിവകുമാർ എന്നുള്ളത്. എത്രയൊക്കെ വലിയ ചാണക്യനാണ് എന്ന് പറഞ്ഞാൽ പോലും കേന്ദ്രത്തിൽ ഇപ്പോഴും പിടി BJPക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണ് എങ്കിൽ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകത്തിന് അല്ലെങ്കിൽ ഒരു കളിക്ക് BJP ഒരുങ്ങും എന്നുള്ളൊരു ഭയം അത് കോൺഗ്രസിനകത്തുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ DK ശിവകുമാറിനെ കൂടുതൽ പിന്നിലേക്ക് വലിക്കുന്നത് എന്നും ഈ ഒരു ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അത്തരമൊരു ഭയം കോൺഗ്രസിനകത്തുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അതിന് തീർച്ചയായും കോൺഗ്രസ് ഇപ്പോൾ നിലവിലൊരു പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ആദ്യം തന്നെ DK ശിവകുമാർ 2 ടേമായിട്ട് മുഖ്യമന്ത്രിമാരായാലും ശരി, ആദ്യം തന്നെ DK ശിവകുമാറിനെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ, അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾ വീണ്ടും കുത്തിപ്പൊക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. BJPയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും BJP വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. BJP ഇത് ഇത്തരത്തിലുള്ളൊരു അവരുടേതായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇത്തരം കേസുകളുമായി മുന്നോട്ട് വരും. മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ വരികയും അതൊരു രാജിയിലോട്ട് പോവുകയും അതൊരു നാണക്കേടിലോട്ട് മാറുകയും ചെയ്യുമ്പോൾ ശരിക്കും കോൺഗ്രസിന്റെ പ്രതിച്ഛായ തന്നെ വീണ്ടും പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടം ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം ഒരിക്കലും ശിവകുമാർ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒഴിവാക്കാനും കോൺഗ്രസിന് ഒരിക്കലും സാധിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവകുമാർ തന്നെയാണ് ഈ കർണാടക വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി. ശിവകുമാർ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കർണാടകയിൽ കോൺഗ്രസിന് വിജയം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത്തരത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് കർണാടകയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനെ തിരിച്ചുപിടിച്ച് ഭരണം തിരിച്ചുപിടിച്ച് കോൺഗ്രസിന്റെ കൈകളിലേക്ക് വീണ്ടും കർണാടകയെ എത്തിച്ചു കൊടുത്തതിന്റെ പ്രധാന കണ്ണി അല്ലെങ്കിൽ അതിന്റെ അമരക്കാരൻ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന DK ശിവകുമാറിനെ ഒരു കാരണവശാലും കോൺഗ്രസ് തള്ളില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാതിരിക്കില്ല. ഇനി അദ്ദേഹം തന്നെ പറയുകയാണ് എന്നിരിക്കട്ടെ, തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, താൻ മുഖ്യമന്ത്രിയായാൽ ഇത്തരത്തിൽ BJPയുടെ ഭാഗത്ത് നിന്നും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ശിവകുമാർ തന്നെ പറയുന്ന ഘട്ടമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള വലിയ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്നിവ നൽകാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം ഒരു പ്രവചനങ്ങൾ മാത്രമാണ്. കാരണം അതിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങൾ കോൺഗ്രസ് ഇതുവരെ പുറത്തുവിടുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. എന്നിരുന്നാലും ഇന്ന് ഒരു രാത്രിയോടുകൂടി ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനം എടുക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകണമെന്നില്ല, നാളെയോടെ ആയിരിക്കാം പ്രഖ്യാപനം വരിക. എന്നിരുന്നാലും ഈ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഭദ്ര, ദേവിക ഇപ്പോൾ സൂചിപ്പിച്ച ഒരു പക്ഷേ ഈ DK ശിവകുമാർ അദ്ദേഹം പറയുകയാണ് തനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം മതി, മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറയുകയാണ് എങ്കിൽ പോലും ഒരുപക്ഷെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്താനും സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പോലും അടുത്ത ഒരു പ്രശ്നം, അതായത് മുഖ്യമന്ത്രിയായി ഇനി അടുത്തത് ഉപമുഖ്യമന്ത്രി ആ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും അവിടെ ഒരു കലഹത്തിനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇപ്പോൾ ലിംഗായത്ത് സമുദായം അവർ പറയുന്നു പാട്ടീലിനെ ഉപമുഖ്യമന്ത്രിയാക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഒന്നിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനോട് DK ശിവകുമാർ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും ഇനിയൊരു തർക്കം, അതും പ്രത്യേകിച്ച് ഈ ജാതി സമുദായ സമവാക്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. മുസ്ലിം വിഭാഗക്കാരും അതുപോലെ തന്നെ ലിംഗായത്തും വൊക്കലിംഗ ഒക്കെ അടങ്ങുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക. അതുകൊണ്ട് അവരെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണ്ടേ ഇനി ഉപമുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കാൻ? തീർച്ചയായും ഭദ്ര, ആദ്യം തന്നെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നത് 3 ഉപമുഖ്യമന്ത്രിമാർ വരെ ഒരു ടേമിൽ ഉണ്ടാകും എന്നായിരുന്നു. 2 ടേം ആയിട്ടാണെങ്കിലും ഒറ്റ ടേം ആയിട്ടാണെങ്കിലും 3 ഉപമുഖ്യമന്ത്രിമാർ വരെ ഉണ്ടാകും എന്നൊരു സാധ്യത പുറത്തു വന്നിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ
ഈ ലിംഗായത്ത് സമുദായം പോലെയുള്ള കർണാടകയിലെ ഏറ്റവും വലിയ തോതിൽ കാണപ്പെടുന്ന ഒരു സമുദായം, അവർ ആദ്യം തന്നെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരിക്കലും കോൺഗ്രസിന് അവരെ തള്ളിപ്പറയാൻ സാധിക്കില്ല. ഇവരുടെ എല്ലാം ഒരു സഹായത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ തള്ളിക്കളയുക എന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിർത്താൻ മാത്രമേ കോൺഗ്രസ് ശ്രമിക്കുകയുള്ളൂ. ഈ ഡി കെ ശിവകുമാർ ആകട്ടെ, അദ്ദേഹവും അതിന് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ഒരു പക്ഷേ മുഖ്യമന്ത്രിയായി തന്റെ പാർട്ടിയുടെ പ്രതിച്ഛായയെ മൊത്തത്തിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിലോട്ട് BJPയുടെ അറ്റാക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് വേണമെങ്കിൽ അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെങ്കിലും പരിഗണിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സമുദായ, അതായത് ലിംഗായത്ത് പോലുള്ള സമുദായങ്ങളിൽ നിന്നും കൂടുതൽ പേരെ ഈ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഡി കെ ശിവകുമാർ അതിനെല്ലാം എതിർക്കുമ്പോഴും ചിലപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ആരാവും മുഖ്യമന്ത്രി എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമായി കഴിഞ്ഞാൽ ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഉപമുഖ്യമന്ത്രിമാരെ കുറിച്ചായിരിക്കാം. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായി പഠിച്ച് എല്ലാവരെയും ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ 3 ഉപമുഖ്യമന്ത്രിമാർ എന്ന ആദ്യത്തെ സാധ്യതയെ ഒരിക്കലും ചിലപ്പോൾ പിന്നീട് തള്ളിക്കളയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആദ്യം ഒന്ന് എതിർത്താൽ പോലും ഇത്തരം ആൾക്കാർ മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കും. കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ ഡൽഹിയിൽ നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് DK ശിവകുമാറും പറയുന്നുണ്ട്. മറ്റൊരു വശത്ത് നിരീക്ഷകരുടെ റിപ്പോർട്ട് അത് ഹൈക്കമാൻഡിന് ഇന്ന് കൈമാറും. അതുപോലെ തന്നെ BJP ഇപ്പോൾ ചില നിർണായക നീക്കങ്ങളിൽ കൂടി കടന്നിരിക്കുകയാണ്. അതായത് ചില പരാമർശങ്ങൾ, കോൺഗ്രസിൻ്റെ ദേശീയ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയൊക്കെ ഇപ്പോൾ BJP രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബജ്രംഗ് ദൾ നിരോധിക്കുമെന്നുള്ള ആ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്.